പറഞ്ഞു, എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല. ഉം. എനിക്ക് എന്താന്ന് പോലും അറിയില്ല. ഞാൻ ഡയറക്റ്റ് ചെയ്യും, ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ലാലേട്ടൻ സിനിമയിൽ ഞാൻ വന്ന് ഇത് പാളിപ്പോയാൽ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവും. ഉം. അതുകൊണ്ട് നിങ്ങൾ അതിനകത്തുള്ളൊരു സീൻ വന്ന് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് അവർ പോയി ഷൂട്ട് ചെയ്ത് അവിടുന്ന് എനിക്ക് വീഡിയോ അയച്ചു തരുമായിരുന്നു. ചേട്ടാ ഈ സിനിമയിലെ ഏറ്റവും മെയിൻ കാസ്റ്റിംഗ് ആണിത്. അതെ. ഇതൊരു നിർമ്മാതാവ് സമ്മതിക്കത്തില്ല. ഒരു ചെറിയ ഒരു റിസ്ക് എടുക്കത്തില്ല. ആരെങ്കിലും ഒരാൾ അഭിനയിച്ച ഒരാൾ ഇടാന്ന് പറയില്ലേ. ഞാൻ പറഞ്ഞു അതിനേക്കാൾ ഉപരി എന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഈ വിജയത്തിന്റെ എപ്പോഴും ഞാൻ പറയാറ്, റിലീസിന് മുമ്പും പറയാറ്, ഈ വിജയം വരുമ്പോൾ കേരളം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരാളായിരിക്കും. പ്രകാശ് വർമ്മയുടെ കാര്യം ഇതേപോലെ പറഞ്ഞു വിടാനും പറ്റില്ല. പ്രകാശ് വർമ്മ നമ്മുടെ അഭിമുഖത്തിലും ഏറ്റവും പ്രധാനമായി പറഞ്ഞൊരു പേര് രഞ്ജിത്തേട്ടന്റെയാണ്. പ്രകാശ് വർമ്മ എന്നുള്ളത് അതൊരു പ്രൊഡ്യൂസർ എടുക്കുന്ന ഒരു റിസ്ക് ഫാക്ടർ കൂടി ഉണ്ടല്ലോ. ഇതുവരെ അഭിനയിക്കാത്ത ഒരാളാണ്. നമുക്കറിയാം ആർട്ട് ഫിലിമിൽ ലെജൻഡറി ആണ്, ഇന്റർനാഷണൽ ആണ്. ഇതുവരെ അഭിനയിക്കാത്ത ഒരാളാണ്. എന്നാൽ മോഹൻലാലിനോളം തൂക്കവും മോഹൻലാലിനോളം പ്രാപ്തിയും വേണ്ട ഒരു ആക്ടറാണ് ഓപ്പോസിറ്റ് വരുന്നത്. നമ്മൾ ഒരുപക്ഷെ NF വർഗീസിനെയോ മുരളി എന്നൊക്കെ പറയുന്നത് പോലെ അത്രയും ഹെവി വെയിറ്റ് ഒരാൾ വേണ്ട റോളിലേക്ക് ഇദ്ദേഹത്തെ വരുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ അതിന്റെ ഒരു അതെന്താ വെച്ചാല് ഈ കഥ ഭയങ്കരമായ ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇതിന്റെ തുടക്കത്തിൽ ഇപ്പൊ സ്ഥിരം അഭിനയിക്കുന്നവരാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ആ ആള് വരുമ്പോൾ മനസ്സിലാവും ഇയാളൊരു കുഴപ്പക്കാരനാണ്, മനസ്സിലാവും. അത് മനസ്സിലാകുന്ന ഒരു അവസ്ഥ ഈ സിനിമയ്ക്ക് ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത് ആ ക്യാരക്ടറിന്റെ ചേഞ്ചസ് ഓരോ സമയത്തും കൃത്യമായി പോകണം. ഇത് ആലോചിച്ചിട്ട് ഇവിടെ നമുക്ക് പല കാസ്റ്റിങ്ങിലും ഒന്നും നമുക്ക് അത് അതിന്റെ ഒരു വലിയ കാര്യം തരണുണ്ട്. സുനിലിനും ഉണ്ട്, എനിക്കും ഉണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഒരേപോലെ ആശങ്കപ്പെട്ടൊരു കാര്യമാണ് ഈ കാസ്റ്റിംഗ്. അതിലിങ്ങനെ ഇരിക്കുമ്പോൾ ആ കാസ്റ്റിങ്ങിൽ ഇരിക്കുമ്പോൾ ഒരു പുതുമുഖത്തെ ആലോചിച്ചാലോ എന്ന് പറയുന്നത് തരണാണ് പറയുന്നത്. ആ പുതുമുഖത്തെ കണ്ടെത്തിയത് സുനിലാണ്. KR സുനിലാണ്. സുനിലാണ് ഈ മുഖം കണ്ടെത്തുന്നത്. കാരണം സുനിലിന് ഇപ്പൊ നേരത്തെ അറിയാം, സുനിലിന്റെ ഒരു സിനിമ മഞ്ജുക്കർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആലോചിച്ചത്. ആ ഒരു പരിചയം അവർ തമ്മിലുള്ള അടുപ്പം കൊണ്ടാണ് സുനിൽ ഇങ്ങനെ പറയുന്നത്. ഈ ഫോട്ടോ കാണിക്കുമ്പോഴും അദ്ദേഹം ആക്റ്റീവ് ഒന്നും നമുക്കറിയില്ലല്ലോ. പക്ഷെ അവിടുന്ന് അദ്ദേഹത്തിന്റെ ഇപ്പം നമുക്ക് മനുഷ്യനും പരിചയപ്പെട്ടുകൊണ്ട് മനസ്സിലാകും ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാം വളരെ ലാഘവത്തോടെ കാണുന്ന ഒരാളാണ്. അപ്പോൾ പ്രകാശ് വർമ്മയോട് ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സുനിലിനാണ് ചോദിക്കുന്നത്. പറഞ്ഞു എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല, എനിക്ക് എന്താന്ന് പോലും അറിയില്ല. ഞാൻ ഡയറക്റ്റ് ചെയ്യും, ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ലാലേട്ടൻ സിനിമയിൽ ഞാൻ വന്ന് ഇത് പാളിപ്പോയാൽ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അതിനകത്തുള്ളൊരു സീൻ വന്ന് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് അവർ പോയി ഷൂട്ട് ചെയ്ത് അവിടുന്ന് എനിക്ക് വീഡിയോ അയച്ചു തരുമായിരുന്നു. ഇവിടെ വന്നതിന് എഡിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് തരുന്നത്. കണ്ടപ്പോ ഒരു സംശയമില്ല. അയ്യോ എന്ത് ഗംഭീരമാണ് മനുഷ്യൻ. അത് എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വളരെ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ചെയ്തിരിക്കുകയാണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് എപ്പോഴും ഈ പ്രകാശ് വർമ്മ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഈ സിനിമയിൽ ഏറ്റവും മെയിൻ കാസ്റ്റിംഗ് ആണിത്. ഇതൊരു നിർമ്മാതാവ് സമ്മതിക്കത്തില്ല. ഒരു റിസ്ക് എടുക്കത്തില്ല. ആരെങ്കിലും ഒരാൾ അഭിനയിച്ച ഒരാൾ ഇടാന്ന് പറയില്ലേ. ഞാൻ പറഞ്ഞു അതിനേക്കാൾ ഉപരി എന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഈ വിജയത്തിന്റെ എപ്പോഴും ഞാൻ പറയാറ്, റിലീസിന് മുമ്പും പറയാറ്, ഈ വിജയം വരുമ്പോൾ കേരളം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരാളായിരിക്കും. കാരണം അത്രമാത്രം പെർഫോമൻസ് ആണ് നമ്മൾ ഒന്നാമത്തെ ദിവസം മുതൽ മോഹൻലാലിനൊപ്പമാണ് ആ പേര് ഓരോ സിനിമകൾ. കാരണം മുമ്പിൽ നിൽക്കുന്ന ആരാ? ലാലേട്ടനല്ലേ. പക്ഷെ ലാലേട്ടന്റെ പ്രശ്നം എന്താണ്? ലാലേട്ടന് അയ്യോ ഇതൊന്നും അല്ല, ഞാൻ ഇതിലൊക്കെ വളരെ താഴെയാണെന്ന് പറഞ്ഞ പോലെ നിന്നിട്ട് എന്തും ചെയ്യാൻ തയ്യാറാവും. അപ്പൊ അങ്ങനെ പിന്നെ അവര് തമ്മിൽ നല്ല അടുപ്പമുണ്ടായിരുന്നു, ഞങ്ങള് തമ്മിലുണ്ട്, എല്ലാരും തമ്മിൽ. അതുകൊണ്ട് ആ ലൊക്കേഷനിൽ അഭിനയിക്കുന്നതിനെ കുറിച്ചൊന്നും ആരും പെട്ടെന്ന് വലിയ പ്രശ്നത്തിലാവില്ല. കാരണം എല്ലാരും ഭയങ്കര പിന്നെ ഷാജി, ക്യാമറമാൻ ഷാജി എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ഒരു ഭയങ്കര വലത് കൈയായിരുന്നു ഷാജി. അയ്യോ കാരണം വെച്ചാൽ നമുക്ക് തന്നെ നിങ്ങൾ കണ്ടോണ്ടത് ഈ കാട്ടിലും ഈ സ്ഥലത്തും ഒക്കെ ഷൂട്ട് ചെയ്യാൻ എന്ത് പാടാണ്. നമുക്കൊരു മോണിറ്ററിന്റെ അവിടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്നെങ്കിലും ഇരിക്കാം. ഇത് ചെളിയെങ്കിൽ ചെളി, ഈ വെള്ളത്തിലെങ്കിൽ വെള്ളം, ഈ എവിടെയാണെന്ന് വെച്ചാൽ മഴ പെയ്യുന്നത്, ഈ മഴ പെയ്യുമ്പോൾ മഴയത്ത് നനഞ്ഞ് നിൽക്കാനേ ഷാജിക്ക് പറ്റുള്ളൂ. ഇങ്ങനെ ഒരാള് നിൽക്കുക വരേണ്ട ഒരു വലത് കൈയായിട്ട്. മാത്രമല്ല മോഹൻലാൽ എങ്ങനെ മൂവ് ചെയ്യുന്നു ഏറ്റവും കൃത്യതയുള്ളത് പുള്ളിക്കാണ്. ആക്ഷനിലാണെങ്കിലും എങ്ങോട്ട് ബോഡി മൂവ് ചെയ്യും, അതായത് എങ്ങോട്ട് വണ്ടി തിരിയെന്ന് പറയുന്ന പോലെ. ലെൻസിങ് എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം ഞാൻ പല ക്യാമറമാരുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ലെൻസിങ്ങിൽ ഇത്രമാത്രം കറക്റ്റായിട്ടുള്ള കാര്യം അറിയാവുന്ന ഒരു ക്യാമറമാൻ ഉണ്ടാവില്ല. കാരണം നോക്കിയാൽ എവിടെ നോക്കണം, ഇല്ലെങ്കിൽ ഇദ്ദേഹം ഇത്ര മൂവ് ചെയ്യും, അതിനാൽ ലെൻസ് പറ്റില്ല എന്ന് പറഞ്ഞ് ആദ്യമേ തയ്യാറെടുപ്പ് നടത്തുന്ന ഒരാൾ പുള്ളിയാണ്.
കാരണം നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം അതെ. അവർ ഡയറക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഉം. ഞാൻ ഇവിടെ വരെ വെച്ചിട്ടുള്ളൂ എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവും. ഉം. പക്ഷെ അത് ആ ഒരു തീരുമാനം എടുക്കാൻ ഉം. ഒരു ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇതുവരെ അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡൊന്നും കിട്ടിയിട്ടില്ല. അതെ. എൻ്റെ ആഗ്രഹം അത് കിട്ടണമെന്നാണ്. കാരണം ഉറപ്പായും. അതെ. അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് വർക്ക് ചെയ്യാൻ. അയ്യോ, ഉം. അതൊരു വലിയ ഒരു നമ്മുടെ ഈ സിനിമയുടെ എല്ലാം ഈ ഫൈറ്റ് ആയാലും എന്തെടുക്കുമ്പോഴാണെങ്കിലും ഇവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് ഉം. പല കാര്യങ്ങൾ. കാരണം അതെ. ഒരു ടേക്കിൽ വന്നില്ലെങ്കിൽ അടുത്ത ടേക്കിൽ ആ ഗ്ലാസ് പൊട്ടിച്ച് വരാൻ പറ്റില്ല. ഉം. അതെ. അതൊക്കെ അത്ര സേഫായിട്ട് വേണം എടുക്കാൻ. ഉം. എല്ലാത്തിനും ഷാജിയുടെ ഒരു കാര്യം ഞാൻ ഷാജി എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഉം. നമ്മൾ അത് പറയാതെ പോകാൻ പാടില്ലല്ലോ. പാടില്ലല്ലോ.